അയ്യപ്പേട്ടാ, എ.ഡി. നവീൻ ബാബുവിന്റെ മരണം എല്ലാവരും ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇനി കൂടുതൽ നമ്മളൊരു ഇൻട്രോ എന്ന നിലയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഇന്നലെയാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ, അതായത് പി ദിവ്യ സുജയ പാർവതിക്കെതിരെ, സുജയ പാർവതിയിൽ തുടങ്ങി തന്നെ കരുവാരിത്തേക്കാൻ ശ്രമിച്ച എല്ലാവർക്കുമെതിരെ ഇപ്പൊ അവരങ്ങ് മൂക്കിക്കേറ്റും എന്നുള്ള രീതിയിലാണ് ഒരു വീഡിയോ ഇട്ടത്. അതിനെ തുടർന്ന് അതിനു മുമ്പും ഒരു ചാനൽ വഴിയാണ് ഇത് പുറത്ത് നമ്മൾ കാണുന്നത്. അവരവരുടെ സ്വന്തം ഇതിലിട്ടതാന്ന് തോന്നുന്നു, ചാനലിട്ടതാന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പൊ അതേ ചാനലിൽ ഒരു വീഡിയോ കൂടി വന്നിട്ടുണ്ട്. അതായത് ഒരു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും CPI നേതാവുമായിട്ടുള്ള VK സുരേഷ് ബാബു എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വന്നിരുന്ന പച്ചയ്ക്ക് പറഞ്ഞ ദിവ്യയെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതെ, വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. ഒരു അഴിമതിയോട് എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു ആർജവമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ പറഞ്ഞതിന്റെ പേരിൽ മറ്റയാൾ മരിച്ചുപോയി, ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്തത് ഇവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണെന്ന് ഉറപ്പുണ്ടോ? മറ്റു പലരും അവർ ഫോൺ വിളിച്ചിരുന്നില്ല, അതാരും എന്താ അന്വേഷിക്കാത്തത്? ഈ ദിവ്യ പ്രസംഗിച്ചതിന് ശേഷം കലക്ട്രേറ്റിൽ നവീൻ ബാബു പോയപ്പോൾ കലക്ടർ ശകാരിച്ചിരുന്നോ? അത് അന്വേഷിക്കണ്ടേ? കലക്ടർ ശകാരിച്ചിരുന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, നവീൻ ബാബുവിന്റെ മരണം അതൊരു വിഷയമല്ല, പക്ഷേ ദിവ്യയെ പോലെ കരുത്തുറ്റൊരു നേതാവിനെ ഇകഴ്ത്താനായിട്ട് അത് ഉപയോഗിച്ചു. അതായത് നവീൻ ബാബു എന്ന് പറയുന്ന കറകളഞ്ഞ സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ മരണത്തിലേക്ക് വഴിവെച്ച ദിവ്യയെ പച്ചയ്ക്ക് വെള്ളപൂശുകയാണ്. എന്നാൽ ഒരു മയമൊന്നുമില്ല, നവീൻ ബാബുവിന്റെ മരണം ഒന്നുമല്ല എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു. ഉളുപ്പില്ലേ ഇവർക്ക്? പ്രജിത, ഇതിനകത്ത് ഈ കണ്ണൂർ സമ്മേളനത്തിൽ പിണറായി വിജയൻ ഈ പറയുന്ന പി ദിവ്യയെ കുറ്റക്കാരിയാണ്, അവനോൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനോൻ അനുഭവിക്കണം, ദിവ്യ കുറ്റക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ്, അതായത് പാണ്ഡ്യാല ഷാജിയേട്ടനും പറഞ്ഞു, നിങ്ങൾ എന്താ കരുതുന്നത്, മുഖ്യമന്ത്രി അവരെ അങ്ങനെ പറഞ്ഞെന്ന് കരുതി ഈ പാർട്ടി അവരെ കൈയൊഴിയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇവർ നടത്തുന്ന ക്യാമ്പയിൻ. ഇതൊരു ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇനി ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ട് ദാസ എന്ന് തമാശയ്ക്ക് മറ്റേ സിനിമയിലെ നാടോടിക്കാറ്റ് പറയുന്ന പോലെ ദിവ്യയെക്കുറിച്ച് പറഞ്ഞു, നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു, സോഷ്യൽ മീഡിയാസ് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. മാസം 3 ഇനി നമുക്ക് നമ്മുടെ തുറുപ്പ് ഗുലാനെടുത്ത് ഇറക്കാം എന്നൊരു തീരുമാനത്തിൽ ഈ പ്രസ് ഓൺ എന്ന് പറയുന്ന ചാനല് തിരുവനന്തപുരത്ത്, ഞാനത് ഒരിക്കൽ പറഞ്ഞിരുന്നു, അതായത് ബാലകൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്, NV ബാലകൃഷ്ണൻ എന്നാണ്. കൈരളി ചാനലിൽ നീണ്ടകാലം ജോലി ചെയ്തിരുന്ന ആളാണ്. അയാൾ പിണറായിയുടെ ഏറ്റവും അടുത്ത ആളാണെന്ന് അയാൾ തന്നെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. എന്തോ ബന്ധം കണ്ണൂരുകാരനായതുകൊണ്ട് പിണറായിയുമായിട്ടും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പോരാളി ഷാജിയെ പോലെ പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യാൻ നടക്കുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ വക്താവാണ് ഈ ബാലകൃഷ്ണൻ. അപ്പോൾ പാർട്ടിയുടെ വിടുപണി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ നാണംകെട്ട വിടുപണിക്ക് ഒത്താശ ചെയ്തുകൊണ്ട് ഞാൻ പച്ചയ്ക്ക് പറയുന്നു, വിടുപണിയാണ്. ഈ വിടുപണി ബാലകൃഷ്ണൻ പി ദിവ്യയുടെ ഒരു വിഷ്വൽ എടുത്തുകൊണ്ട് തുടങ്ങിയെങ്കിൽ ബാലകൃഷ്ണൻ അത് തുടങ്ങിയ ആ ക്യാമ്പയിൻ ബാലകൃഷ്ണൻ എവിടെ വരെ കൊണ്ട് എത്തിച്ചു എന്ന് പിണറായി ചോദിച്ചാൽ ബാലകൃഷ്ണന് ഉത്തരം പറയാൻ വാക്കുകൾ ഉണ്ടാകണം. സഖാവേ, ഞാൻ ആ ക്യാമ്പയിൻ ഇവിടം വരെ കൊണ്ട് എത്തിച്ചു, അത് എൻ്റെ ഫലം കണ്ടു തുടങ്ങി എന്ന് ഒന്ന് സോപ്പിടാൻ ബാലകൃഷ്ണൻ ചെയ്യുന്ന പരിപാടികളാണിതെല്ലാം. ബാലകൃഷ്ണൻ മാത്രമല്ല, പി ദിവ്യയെ വെള്ളപൂശേണ്ടത് ഇനി വരുന്ന തദ്ദേശ ഇലക്ഷന് മുമ്പ് പാർട്ടിയുടെ ഒരു ആവശ്യമാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയെ നിങ്ങൾക്ക് അറിയില്ല എന്ന് അവർ തന്നെ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്, അവർക്ക് പി ദിവ്യയെ കൈയൊഴിയാൻ കഴിയില്ല. വീണാമണി പറയുന്നത് പോലെ പി ദിവ്യയെ അറസ്റ്റ് ചെയ്താൽ പി ദിവ്യയുടെ കയ്യിൽ നിരവധി തെളിവുകൾ P ശശിക്കെതിരെയുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെയുണ്ട്, ഭൂമാഫിയ സംഘത്തിന്റെ തെളിവുകൾ. നിങ്ങൾ എന്തായി പറയണത്? കണ്ണൂരൊക്കെ വെട്ടിപ്പിടിച്ചതിന് കണക്കുണ്ടെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? അതൊക്കെ വെളിവിട്ട് തീർന്നില്ലേ? അതുകൊണ്ട് പതിയെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഇന്നിപ്പോ പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് പറയും. പക്ഷെ അത് എനിക്ക് അതിനോട് ഈ കാര്യത്തിൽ എനിക്ക് ആയിരിക്കാം, പയ്യെ തിന്നാൽ പനയും തിന്നാം. ശരി, ഈ സുരേഷ് ബാബു എന്ന് പറയുന്ന വ്യക്താവ് ആരാ? CPI-കാരനാണ്. അയാൾ വന്നിരുന്ന് എന്തൊക്കെ പറഞ്ഞെന്ന് നമ്മൾ കേട്ടതാണല്ലോ. അതായത് ഒരു സ്ത്രീ പറഞ്ഞതുകൊണ്ട് സ്ത്രീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് പ്രശ്നമാണ്, സ്ത്രീ ആയതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത്, അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, CPM എന്ന് പറയുന്ന പാർട്ടി എത്രയോ വനിതകളെ സ്ഥാനാർത്ഥികളായിട്ട് അവർ കാണിച്ചു.
എൻ്റെ ഓർമ്മയിൽ കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി നയിച്ചിടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാർട്ടി ഒരു ക്യാമ്പയിൻ നടത്തി അന്ന് ഭരണത്തിൽ വന്നിട്ട് EK നായനാരെ മുഖ്യമന്ത്രിയാക്കിയ പാർട്ടിയാണ് ഈ പാർട്ടി അല്ലേ? KK ശൈലജ എന്ന ഒരു ആരോഗ്യമന്ത്രി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന്റെ ക്രെഡിറ്റ് കൊണ്ട് ഈ പിണറായി വിജയനാണ്. മാത്രമല്ല അവരുടെ പേരിൽ ഒരു അഴിമതി ആരോപണം ഉണ്ടാക്കി, അവരുടെ പേരിൽ PP കിറ്റിന്റെ അഴിമതി ഉണ്ടാക്കി വെച്ച് എന്തിനാ പാവം സ്ത്രീയെ വടകര മത്സരിച്ച് അവരെ തേജോവധം ചെയ്ത് അവർക്ക് മനഃപൂർവ്വം അവരെ പെടുത്തിയതാണ് പറയേണ്ടി വന്നു. അതാണ് ഈ പാർട്ടി. അവിടെയാണ് CPI എന്ന് ഞാൻ പറയുള്ളൂ. CPI സുരേഷ് ബാബു വന്നിരുന്നോണ്ട് വെള്ളഭൂഷണം നാണമില്ലണം നിനക്കൊക്കെ. അല്ല ചേട്ടാ, ഞാൻ അതിൽ ചേട്ടൻ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ അതിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരാളെ എന്ന് പറഞ്ഞിട്ട് ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പറയുന്ന സുരേഷ് ബാബു എന്ന് പറയുന്ന നേതാവ് ചൂണ്ടിക്കാട്ടുന്ന ഒരാളുണ്ട്. അത് കളക്ടറാണ്. കളക്ടർ അരുൺ കെ വിജയനാണ്. അതായത് അദ്ദേഹം കൃത്യമായി ആ വീഡിയോയിൽ പറയുന്നുണ്ട്, കൃത്യമായി തന്നെ പറയുന്നു, പ്രശാന്തൻ വന്നിട്ട് പലതവണ PP ദിവ്യയോട് പറയുന്നുണ്ട് എനിക്കിതൊന്ന് വിളിച്ചു പറഞ്ഞ് ശരിയാക്കി തരാൻ. സ്വാഭാവികമായിട്ട് ഒരു എന്താ പറയുക, ഒരു ഇത് ചെല്ലുമല്ലോ, ശുപാർശയ്ക്ക് ചെല്ലുമല്ലോ. അത്തരത്തിൽ പറയുകയും നവീൻ ബാബുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അത് നടക്കാതെ വരികയും ചെയ്തതോടുകൂടി ഇവർ ഒഴിവാക്കുന്നു. ഒടുവിൽ ഇവരുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം ഞാൻ പൈസ കൊടുത്തു നടത്തി എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ഏറ്റത് അതായത് അവരുടെ ഒരു ക്രെഡിബിലിറ്റി അതിനെയൊന്നുമല്ല ബാധിച്ചത്. പക്ഷേ നമ്മുടെ സമൂഹത്തെ കാണുന്നതിൽ നിന്ന് ഈ എന്താ പറയുക, അഴിമതി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് എതിരെ അവർ ശബ്ദിക്കാൻ ഓങ്ങിയതാണ്. അന്നേരത്തേക്ക് വിളിച്ചു ചോദിക്കുമ്പോഴാണ് പറയുന്നത് നവീൻ ബാബുവിന് സ്ഥലം മാറ്റമായി പോവുകയാണ്, അതുകൊണ്ട് ആ പ്രശ്നം അവിടെ അവസാനിച്ചു. എന്നിട്ട് പിന്നീട് ഇവരെ വിളിച്ച് കളക്ടറാണ് പറയുന്നത് ഇവിടെ യാത്രയയപ്പ് ചടങ്ങ് നടക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നീട് നടന്ന ഗൂഢാലോചന മുഴുവൻ കളക്ടറുടെ മേലിലേക്കാണ് പറയുന്നത്. അവർ ചോദിക്കുന്നുണ്ട് കളക്ടർ എന്ത് പറഞ്ഞു, കളക്ടർ ഇയാളെ വിളിച്ച് ശകാരിച്ചിട്ടുണ്ടോ, ഇതെല്ലാം അന്വേഷിക്കണം. ബന്ധുക്കൾ പറഞ്ഞിട്ട് ഈ വീഡിയോ ക്ലിപ്പിംഗ് എല്ലാവർക്കും കിട്ടിയല്ലോ. അപ്പോൾ ബന്ധുക്കൾ ഞങ്ങളെ നീ അപമാനിച്ചു എന്ന് പറഞ്ഞ് നവീൻ ബാബുവിനോട് ശകാരിച്ചുവോ, അതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ദിവ്യ ഒരു കാര്യവും പറഞ്ഞില്ല. ദിവ്യ അവിടെ പോയി പറഞ്ഞത് കുറച്ച് കടന്നുപോയി. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ അവരോട് അങ്ങനെയല്ല പെരുമാറേണ്ടിയിരുന്നത് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. പിന്നീട് മറ്റൊരു കാര്യം കൂടി പറയുന്നു, പ്രശാന്തൻ ദിവ്യയുടെ ബിനാമിയല്ല, മറിച്ച് പ്രശാന്തൻ മറ്റു ചിലരുടെ ബിനാമിയാണ് എന്ന് കൂടി പറയുന്നു. പിടിപ്പുള്ള ആള് തന്നെയാണ് എന്ന് ഈ CPI നേതാവ് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഈ പക്വതയുള്ള സ്ത്രീ ഭാവിയുടെ പ്രതീക്ഷ, അതായത് ADMന്റെ ആത്മഹത്യയേക്കാൾ വലിയ നഷ്ടം ദിവ്യയുടെ സ്ഥാനനഷ്ടമാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഇയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നും ദിവ്യയെ വർഷങ്ങളോളമായി അറിയാം, 8 വർഷത്തോളം മറ്റും ആയിട്ട് അറിയാമെന്നാണ് പറയുന്നത്. ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് കളക്ടറുടെ പങ്ക് തന്നെയാണ്. കളക്ടർക്ക് വ്യക്തമായ പങ്ക് ഇതിലുണ്ട് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഇവർക്ക് ഇപ്പോൾ ദിവ്യയെ എങ്ങനെയെങ്കിലും വെള്ളപൂശണം എന്നുണ്ടെങ്കിൽ ഈ ആരോപണം എടുത്ത് മറ്റൊരു തലയിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു തലയിൽ വെക്കാതെ ഇവർക്ക് ഇതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കൽ അറസ്റ്റ് വരിക്കുകയും അതിൽ നിന്ന് ഊരിപ്പോരുകയും ചെയ്തല്ലോ. അപ്പൊ ഇനി വരേണ്ടത് കളക്ടർക്ക് നേരെയാണ്. കളക്ടർക്ക് നേരെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവർക്കിടയിൽ എവിടെയോ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. സ്പ്ലിറ്റ് ഇല്ലാതെ ഇവർക്ക് ഒരിക്കലും ഇത്രയേറെ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വിങ്ങിൽ സ്പ്ലിറ്റ് ഉണ്ടാവാതെ കളക്ടറുടെ തലയിലേക്ക് ഈ ആരോപണം വെക്കാൻ കഴിയില്ല. അതായത് കളക്ടറും ദിവ്യയും തമ്മിൽ തെറ്റി തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് കളക്ടർക്കെതിരെ കൃത്യമായിട്ട് കളക്ടർക്ക് ഇതിന് പങ്കുണ്ട് എന്ന് VK സുരേഷ് പറയാതെ പറഞ്ഞതൊന്നുമല്ല, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതില് കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോ നമ്മൾക്ക് ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോഴാണ് ചില നഗ്നസത്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. അത് മാത്രമല്ല പ്രജിത, ഈ പറയുന്ന പോലെ എവിടെയായാലും ഒരു സംഘം ഒരുമിച്ച് നിന്ന് ആക്രമണം നടത്തുമ്പോൾ അതിനകത്ത് സ്പ്ലിറ്റ് വരും ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. എത്ര തന്നെ കൂട്ടുകെട്ടോടെ നിന്നാലും ഇത്തരത്തിൽ ഒരു പാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ പാതകം നടത്തിയവരുടെ ഇടയിൽ അതാണ് ദൈവത്തിൻ്റെ കളി, അല്ലെങ്കിൽ ആ കളി ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഈ പ്രകൃതി സത്യം ഇല്ല എന്ന് തന്നെ പറയാം. ഒരു കാര്യമൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഇതിൽ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്നത് പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി കൈക്കൂലി കൊടുക്കാനായി ചെന്നു എന്നതും, അതായത് ഈ ഉദ്യോഗസ്ഥനെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് നാറ്റിക്കുക എന്നുള്ളത് ഇവർക്കുള്ള ഒരു ഗെയിമായിരുന്നു നവീൻ ബാബുവിനെ.
അപ്പോൾ ഈ കണ്ട പെട്രോൾ പമ്പുകളൊക്കെ അനുവദിക്കുന്ന കാര്യത്തിൽ കൈക്കൂലി വാങ്ങിച്ച് തന്നെയാണ് ഈ ലോകമുണ്ടായ കാലം മുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന പ്രസ്തുത സ്ഥലത്ത് ഇത് വരുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്ന് ഈ മനുഷ്യൻ ഫയലിൽ എഴുതുകയും അതങ്ങനെ നീണ്ടുപോവുകയും ചെയ്തു എന്നുള്ള സത്യമാണ്. ആര്? നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ. അപ്പോൾ അത് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാനായി അദ്ദേഹത്തിന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു പ്രശാന്തൻ. കാര്യം പ്രശാന്തൻ ഇദ്ദേഹം കൈക്കൂലി വാങ്ങില്ല എന്നുള്ള കാര്യം പൂർണ്ണമായി വ്യക്തമായിരുന്നു. എന്നാൽ ഈ NOC ശരിയായി കിട്ടുമ്പോൾ കൈക്കൂലി വാങ്ങി എന്നൊരു പണി ഇയാൾക്കിട്ട് പണിയണമെന്ന പ്രശാന്തൻ്റെ വക്രബുദ്ധിയാണ് ഇതിനകത്ത് കളിച്ചിരിക്കുന്നത്. ആ വക്രബുദ്ധിയെ സത്യമാണെന്ന് വരുത്തി തീർക്കാൻ സുരേഷ് ബാബു ശ്രമിക്കുകയോട് ചെയ്യുന്നുണ്ട്. അതിവിടെ എല്ലാവർക്കും അറിയാം. നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ പ്രശാന്തൻ പച്ച മലയാളത്തിൽ പെടുത്താൻ നോക്കിയതാണ്. ആ പെടുത്തൽ ഏറ്റില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും വ്യക്തമാക്കാനാണ് ഇതിലൂടെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2, ഈ കളക്ടർ ഒറ്റ കൊടുത്തു എന്ന് പറയുന്നില്ലേ, കളക്ടർ രഹസ്യമായി നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാരോപദേശം നൽകാൻ, നമ്മൾ തമാശയ്ക്ക് പറയുന്നതാണ് സാരോപദേശം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പത്തനംതിട്ടയിൽ ചെന്നാൽ നിങ്ങളെ മൂക്ക് ചെത്തിക്കളയും, അല്ലെങ്കിൽ 2 ദിവസത്തിനകത്ത് നിങ്ങൾ അറിയുമെന്ന് സാരോപദേശം കൊടുക്കാൻ ബഹുമാനപ്പെട്ട പിണറായി അവിടെ എത്തിയത് ഈ മൂക്കുയുറിഞ്ഞിരുന്ന വിദ്വാൻ പറഞ്ഞു കൊടുത്തിട്ടല്ലേ? ഈ വിദ്വാൻ പറഞ്ഞു അതെ, അത് തന്നെയാണ്. അതിനുശേഷം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളായാലും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആ റൂമിൽ ചെല്ലുന്നതും ഒക്കെ എത്തുന്നതും കളക്ടറാണ്. അപ്പൊ പല പ്രധാന തെളിവുകളും അവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ അന്വേഷണം പോവുകയാണെങ്കിൽ കളക്ടർ പെടുമെന്നുള്ളത് അറിയാം. അതായത് ഇത്രയും നാള് ഞാൻ അനുഭവിച്ചു, ഇനി നിങ്ങൾ അനുഭവിച്ചോ? അതായത് സ്പ്ലിറ്റ് ഉണ്ടായി എന്നുള്ളത് അവര് തമ്മിൽ തെറ്റി എന്നുള്ളത് തന്നെയാണ്. പ്രേത പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മരണം നടന്ന് എത്രയെങ്കിലും മണിക്കൂർ കഴിഞ്ഞാണ് ഇൻക്വസ്റ്റ് പോലും തയ്യാറാക്കുന്നത്. ദെൻ ആ സമയം ഈ കളക്ടർ ഉൾപ്പെടെയുള്ളവർ എന്തെങ്കിലുമൊക്കെ രേഖകൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആറളം ഭൂമിയുടെ കാര്യം തുടങ്ങി എത്രയോ കാര്യങ്ങളിൽ കളക്ടർക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാം. നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന് അറിയാമെന്നുണ്ടെങ്കിൽ കളക്ടർക്കും അറിയാം. അതല്ലേ സത്യം?